ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AN Vlogs. അപ്പോൾ ഞാനിന്ന് സോഷ്യൽ സയൻസ് പബ്ലിക് എക്സാം SSLCയുടെ റിവ്യൂ പറയാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ ഇടേണ്ടതായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റായി. അപ്പോൾ എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, പക്ഷേ എൻ്റെ ഓർമ്മപ്പിശകും ശ്രദ്ധകേടും കൊണ്ട് മൊത്തം ക്ലാഷ് ആയിട്ടുണ്ട്. എല്ലാം ഒരു കണക്കിന് കോളായി എന്ന് തന്നെ പറയാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് 3-4 ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ ശ്രദ്ധ തെറ്റ് കാരണം ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിട്ട് എഴുതിയതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ വന്നപ്പോൾ. പിന്നെ അതുപോലെ ഇതന്നെ മെയിനായിട്ട് അത് ഞാൻ സംഭവിച്ചേക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസി പേപ്പറായിരുന്നു, കിട്ടാവുന്നതായിരുന്നു. ഞാൻ ഫുള്ള് പഠിച്ചിട്ട് പോയതാണ്, പഠിക്കാണ്ടല്ല പോയത്, ഫുള്ള് പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഹാർഡ് വർക്കിൽ കാര്യമില്ല, സ്മാർട്ട് വർക്കാണ് നല്ലത് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം തലേദിവസം മൊത്തം ഇരുന്ന് രാവിലെ ഇട്ടിരുന്ന് മൊത്തം പഠിച്ചിട്ട് മൊത്തം തീർത്തിട്ടാണ് പോയത് പരീക്ഷ ടൈം ആകുമ്പോഴേക്കും. പക്ഷെ അവിടെ എത്തിയപ്പോൾ പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് തെറ്റാണ് എഴുതി വെച്ചത്. മെയിനായിട്ട് എൻ്റെ തെറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ചാൽ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും അത് 2 തെറ്റിയിട്ടുണ്ട്. അല്ല 3 മാർക്കിൻ്റെ 2 തെറ്റിയിട്ടുണ്ട്. മറ്റേ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ്റെ ചോദിച്ചില്ലേ, അത് ഞാൻ അതിൻ്റെ അടിയിലത്തെ ശരിക്കും ആ പാഠത്തിൻ്റെ ബോക്സിലുള്ള അടിയിലത്തെ റെക്കമെൻഡേഷനാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 2 പോയിൻറ്റ്സ് എഴുതിയിട്ടുള്ളൂ, അപ്പോൾ അത് രണ്ടും തെറ്റാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ 18ാമത്തെ ക്വസ്റ്റ്യൻ എക്കണോമിക് സെക്ടറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കിട്ടിയില്ല. അത് ഞാൻ ഓർമ്മ ഉള്ളതനുസരിച്ച് എന്തോ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട്, അത് എന്തായാലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനും പോയി. അതാണ് വലിയ ക്വസ്റ്റ്യൻ. അതാ പിന്നെ essay ക്വസ്റ്റ്യനൊക്കെ 2 കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റേ മാത്സ് ദ ഫോളോയിങ്ങിലുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് എഴുതിയതാണ് രാമകൃഷ്ണ മിഷൻ. ഞാൻ EV രാമസ്വാമി എഴുതിച്ചു, രാമരമ കണ്ടപ്പോൾ അത് അങ്ങോട്ട് എഴുതി വെച്ചു. ഞാൻ സ്വാമി വിവേകാനന്ദ എന്നുള്ള മുമ്പ് പഠിച്ചത് ഓർമ്മയുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി അങ്ങോട്ട് തറയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഡൗട്ട് കാരണം ഞാൻ മറ്റേത് എഴുതിച്ചു. അങ്ങനെ 2 മാർക്ക് അതിൻ്റെ പോയി. മാത്സ് ദ ഫോളോയിങ്ങിൽ പ്രതീക്ഷിക്കാണ്ട് പോയതാണ്, അത് കിട്ടുമെന്ന് വിചാരിച്ചതാണ്, അതോടുകൂടി ഫ്ലാറ്റായി. പിന്നെ അത് പോയി. പിന്നെ അതുപോലെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഞാനെന്തോ ഉണ്ടാക്കിയതാണ് ചെയ്തത്. അതും പെട്ടെന്ന് അത് മാത്രമാണ് പഠിക്കാത്തുണ്ടായിരുന്നുള്ളൂ, ഒരു പാഠത്തിലത്തെ ആ ഒരു ഭാഗം അതിനെ കറക്റ്റായിട്ട് വന്നപ്പോൾ അതും പോയി. അങ്ങനെ 1 വേർഡിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് തെറ്റിണ്ടെന്ന് തോന്നുന്നുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിണ്ട്. അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ തെറ്റിയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, പേപ്പർ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ശ്രദ്ധ തെറ്റ് കാരണം കുറേ പോയി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എക്സാം. എന്താവുമെന്നറിയില്ല, അതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ടഫായിരുന്നു എക്സാം, ഈസി ആയിരുന്നു എന്നുള്ളത്. എനിക്ക് ഈസി ആയിരുന്നു എക്സാം, പക്ഷേ എഴുതിയത് മൊത്തം കുറേയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് മനസ്സിലായത്. അപ്പോൾ ഇനി അടുത്ത എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ടാറ്റാ, ബൈ.